നമസ്കാരം, ET ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് പൊതുവെ കുറേയധികം ട്രേഡേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അതായത് ചില സ്റ്റോക്സ് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ടായിരിക്കും വാങ്ങി വെച്ചിട്ടുണ്ടാവുക, പക്ഷെ നമുക്ക് ആ ഒരു വിചാരിച്ച സമയത്ത് നമുക്ക് എക്സിറ്റ് അടിക്കാൻ സാധിക്കാതെ വരും, അതായത് പ്രതീക്ഷിക്കാണ്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ കയ്യിലേക്ക് അത് ഒരു കുടുങ്ങിയൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ നമുക്കത് എക്സിറ്റ് ആവുകയാണോ ചെയ്യേണ്ടത്, ആവറേജ് ചെയ്യുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൺഫ്യൂഷനുള്ള മറുപടി ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വെൽക്കം സർ. താങ്ക് യു. ട്രേഡേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. അതായത് അവർ സ്വിങ്ങിനായിരിക്കും ചിലപ്പോൾ പൊസിഷൻ എടുത്തിട്ടുണ്ടാവുക, പക്ഷെ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുക. അത് അവരുടെ തലയിലായ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അവർക്കത് എക്സിറ്റ് ആവണോ അതോ ആവറേജ് ചെയ്യുകയാണോ വേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ട്രേഡേഴ്സ് അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നത് നല്ലതാണോ? അപ്പോൾ സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? കഴിഞ്ഞ വീഡിയോസിൻ്റെ ബേസിൽ എനിക്ക് 10-30 ഫോൺ കോളും മെസ്സേജും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും ചില ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡീറ്റെയിൽസ് ഫോണിൽ പറഞ്ഞാലോ രണ്ടുപേരെ എഴുതിയാലോ പറയാൻ സാധിക്കാത്ത ഡീറ്റെയിൽസാണ് ആൾക്കാർ ചോദിച്ചിരിക്കുന്നത്. സോ ഐ എം ജസ്റ്റ് പ്ലാനിങ് എ സൂം സെഷൻ. അത് സൂം സെഷൻ എന്ന് വെച്ചാൽ ടോട്ടൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സെബിയുടെ നിയമപ്രകാരം റിസർച്ച് അനലിസ്റ്റുകൾ ഞങ്ങൾക്ക് 3 months ബാക്ക് ഡേറ്റ മാത്രമേ സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ ടെക്നിക്കൽ സൈഡിൽ. അപ്പോൾ ഒരു ചാർട്ട് നിങ്ങളെ കാണിക്കുവാണെങ്കിൽ എനിക്ക് 3 months ബാക്ക് ഡേറ്റ മാത്രമേ എനിക്ക് നിങ്ങളെ കാണിക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഞാൻ അതിൻ്റെ ബേസിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ തീർച്ചയായും സൊല്യൂഷൻ തരുന്നതായിരിക്കും. വി ആർ പ്ലാൻ എ സൂം സെഷൻ കമ്മിങ് സൺഡേ നൈറ്റ് 9 മണിക്ക്. എൻ്റെ ഫോൺ നമ്പറും എൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ സൂം ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. രാത്രി 9 മണി വരുന്ന ഞായറാഴ്ച. ബേസിക്കലി ഒരു 1 line ആൻസർ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ധാരാളം പഠിക്കേണ്ട ഫീൽഡാണ്. ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷനോ നമ്മുടെ ജോലിയോ ഒന്നും ഒരു ഫാക്ടർ അല്ല എന്നുള്ളതാണ്. നമ്മുടെ പാഷൻ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ ഒരു വ്യഗ്രത, ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ കാര്യം. ഒരു സ്റ്റോക്ക് ആവറേജ് ചെയ്യണം എന്താണ് വേണ്ടത്? ഒരു സ്റ്റോക്ക് എന്തുകൊണ്ട് താഴെ പോകണം? ഇതാണ് താഴെ പോകാൻ കാര്യം. ബേസിക്കലി താഴെ പോകാൻ കാര്യം ഏറ്റവും വലിയ കാര്യം ഫണ്ടാ മോശമായതുകൊണ്ട് സ്റ്റോക്ക് താഴെ പോകുന്നത്. അല്ലെങ്കിൽ സ്റ്റോക്കിൽ കൊച്ചു കറക്ഷൻസേ വരത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്ക് ഒരു 100% കയറി, അതിനോടൊപ്പം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫണ്ട് എക്സ്പാൻഷൻ വന്നത്, മീൻസ് റിസൾട്ട് ബെസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വയ്ക്കാം. ഒരു സ്റ്റോക്ക് നല്ലോണം കയറിക്കുമ്പോൾ സ്റ്റോക്ക് എക്സോഷൻ എന്ന് പറയുന്ന ഒരു സോണിലേക്ക് മാറും. എങ്കിൽ നിന്നും സ്റ്റോക്ക് എക്സോഷൻ സോണിലേക്ക് മാറും. എക്സോഷൻ സോണിലേക്ക് മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എസ്പെഷ്യലി റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബെറ്റർ ആകുന്ന സ്റ്റോക്കുകൾ വലിയ കറക്ഷൻ വരില്ല, സ്റ്റോക്ക് അവിടെ സ്റ്റക്കപ്പായി കിടക്കും. ഇതിനെ പറഞ്ഞ പേര് ടൈം കറക്ഷൻ ആണ്, അല്ല പ്രൈസ് കറക്ഷൻ അല്ല. ടൈം കറക്ഷൻ നടക്കും. ഒരു 3 മാസത്തെ സ്റ്റോക്ക് ഒരു റേഞ്ചിൽ കിടക്കും, ഒരു 10%-15% റേഞ്ചിൽ ഒരു 3 മാസം കിടന്നിട്ട് പിന്നെ ഒരു റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ട് ബെറ്റർ ആണെങ്കിൽ പതുക്കെ വീണ്ടും സ്റ്റോക്ക് അതിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് സാറിന് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പ്രൈസ് കറക്ഷൻ വരുന്നത്? ഫണ്ടാ വീക്കാകുമ്പോൾ സ്റ്റോക്കിൽ പ്രൈസ് കറക്ഷൻ വരും. ഫണ്ടാ വീക്കാകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? വാല്യുവേഷൻ കറക്ഷൻ എന്ന കൺസെപ്റ്റിലേക്ക് മാറും. ഈ കറക്ഷൻ എന്ന് വെച്ചാൽ വാല്യുവേഷൻ അനുസരിച്ച് ഫണ്ടയിൽ ഗ്രോത്ത് ഇല്ല, റിസൾട്ട്സ് മോശമാകുമ്പോൾ സ്റ്റോക്കുകൾ നേരെ കറക്റ്റ് ചെയ്ത് താഴും. അപ്പോൾ ആദ്യം പഠിക്കേണ്ട സംഗതി എന്താ? ആവറേജ് ചെയ്യണമെങ്കിൽ ഫണ്ടാ പഠിക്കണം. ശരിക്കും ഫണ്ടിൽ വളരെ ഡീറ്റെയിൽ പഠിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടാൽ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് പഠിക്കേണ്ട കാര്യത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും. ഇതാണ് ക്രിട്ടിക്കലായിട്ട് കാര്യം. അപ്പോൾ എപ്പോഴും നോക്കേണ്ട കാര്യം, ഒരു സ്റ്റോക്ക് ആവറേജ് ചെയ്യണം എങ്കിൽ എൻ്റെ പേഴ്സണൽ ഫിലോസഫി ഐ നെവർ ആവറേജ് എ സ്റ്റോക്ക്. വളരെ ക്ലിയർ ആണ്. കാരണം ഞാൻ എപ്പോഴും ഒരു 1%-1.5% സ്റ്റോപ്പ് ലോസ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ കോൺട്രാക്ഷൻ്റെ ഹയസ്റ്റ് സോണിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് ഹിറ്റ് ചെയ്തു, ഫിനിഷ്. പിന്നെ അതിൽ ആവറേജ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് എനിക്കില്ല. അതാണ് സത്യസന്ധമായിട്ട് പറഞ്ഞ എൻ്റെ ഒപ്പീനിയൻ. ശരിക്കും ഇനി ആവറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ ആവറേജ് ചെയ്യണം? നല്ല സ്റ്റോക്കുകൾ ഫണ്ടാ വീക്കായിട്ട് സ്റ്റോക്ക് താഴെ വന്നിട്ട് ചിലപ്പോൾ കണ്ടിന്യൂസ് 3-4 ദിവസങ്ങളിൽ താഴെ വന്നിട്ട് അവസാനം വീണ്ടും ഫണ്ട് കറക്ഷനിലേക്ക് വരും. എല്ലാ സ്റ്റോക്കും വരണമെന്നില്ല, നല്ല സ്റ്റോക്കുകൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. കറക്ഷൻ വരാൻ നേരത്ത് സ്റ്റോക്ക് ഈ താഴത്തേക്ക് വരുന്ന പറയുന്ന സ്റ്റേജിൻ്റെ പേര് സ്റ്റേജ് 4 എന്നാണ്. നമ്മുടെ 2 വീഡിയോ മുമ്പുള്ള അതിൻ്റെ സ്റ്റേജ് 4നെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ 4 വന്നതിന് ശേഷം സ്റ്റോക്ക് ഈ 4 കിടന്ന സ്റ്റോക്ക് സ്റ്റേജ് 1ലേക്ക് വരും. 1ൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്റ്റേജ് 1ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പറേറ്റേഴ്സ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ്, FIs, വലിയ കൂടുതൽ മുടക്കാൻ കഴിവുള്ള റീറ്റെയിലേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ സ്റ്റേജ് 1ലാണ്. സ്റ്റേജ് 1ൽ അപ്പോൾ എന്തുമാത്രം വോളിയം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതാണ് ഒന്നാമത്തെ കാര്യം. ഈ വോളിയം ഡെവലപ്മെൻ്റ് ആണ് സ്റ്റേജ് 1ൽ ഏറ്റവും വലിയ കൺവിക്ഷൻ പോയിന്റ്. രണ്ടാമത്തെ കാര്യം,
സ്റ്റേജ് 1 വളരെ സ്ട്രോങ് ആണെങ്കിൽ സ്റ്റോക്ക് അധികം കിടക്കത്തില്ല. സ്റ്റേജ് 1 ഓവർ ഫ്യൂ ഡേയ്സ് കൊണ്ട് അവിടെ നിന്ന് ഒറ്റ കയറ്റം കിട്ടി സ്റ്റോക്കിന്. ഈ രണ്ട് അട്രിബ്യൂഷൻ ഈ രണ്ട് സ്വഭാവം കാണിക്കുന്ന സ്റ്റോക്കാണ് എങ്കിൽ, താങ്കളുടെ കയ്യിലിരിക്കുന്നത് സ്റ്റോക്കാണ് എങ്കിൽ, ആ സ്റ്റോക്കിൻ്റെ ഫണ്ട് ആസ്പെക്ട്സ് നോക്കിയിട്ട് വേണം മാത്രമേ താങ്കൾ ആവറേജ് ചെയ്യണം വേണ്ടി ഒന്ന് തീരുമാനിക്കാവുള്ളൂ. അവിടെയും ഫണ്ട് നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ് ഫണ്ട് പഠിക്കണമെന്ന് പറയുന്നത്. ആ ഫണ്ട് നോക്കിയിട്ട് ഇഫ് യു ആർ കൺവിൻസ്ഡ് ആണെങ്കിൽ സ്റ്റേജ് 2 എന്ന് വെച്ചാൽ 1 വന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കൊടുക്കും സ്റ്റേജ് 2. അവിടെ പോലെ താങ്കൾക്ക് വേണമെങ്കിൽ ആവറേജിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കാം. പ്രൊവൈഡർ എടുത്തു പറയുന്നു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് വൈസിൽ സ്റ്റോക്കിന് കഴിഞ്ഞ 3-4 ക്വാർട്ടർ പെർഫോമൻസോട് വീക്കായ സ്റ്റോക്ക് ആണെങ്കിൽ ആ വീക്ക്നെസ്സിനെ കവർ ചെയ്യുന്ന ഒരു പ്ലസ് പോയിന്റ് വന്നാൽ മാത്രമേ ആവറേജിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. എല്ലാ സ്റ്റോക്കിലും വരണമെന്ന് നിയമമൊന്നുമില്ല. ധാരാളം സ്റ്റോക്കിൽ തീർച്ചയായും വരാനുള്ള സാധ്യതകളില്ല. ധാരാളം സ്റ്റോക്കിൽ നല്ല സ്റ്റോക്കൊക്കെ ആണെങ്കിൽ അത് തിരിഞ്ഞ സമയത്ത് വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കാം. അല്ലാതെ ആവറേജ് ചെയ്താൽ വീണ്ടും താഴെ പോകുന്ന സ്റ്റോക്കാണെങ്കിൽ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കറക്ഷനും ക്രാഷും ഉണ്ടാവാറുണ്ടല്ലോ. ഒരു സ്റ്റോക്കിന് ചിലപ്പോൾ കറക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അതല്ലെങ്കിൽ ക്രാഷ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഈ കറക്ഷൻ ആണോ അല്ലെങ്കിൽ ക്രാഷ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഈ പറയുന്ന ഫാക്ടേഴ്സ് നോക്കിയാൽ മതിയോ? കറക്ഷൻ എനിത്തിങ് വിത്തിൻ 21% നോൺ എസ് കറക്ഷൻ. എനിത്തിങ് എബോവ് 21% പ്രൈസ് വ്യത്യാസം വരാൻ നേരത്തെ അതിന് ക്രാഷ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ക്രാഷ് വരുന്ന സമയത്ത് എക്സിറ്റ് ആവുന്നതാണോ ഏറ്റവും അനുയോജ്യം? എന്താണെങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. ആ സ്റ്റോപ്പ് ലോസിൻ്റെ ഫിലോസഫി എന്താണ്? അതാണ് ഏറ്റവും വലിയ കാര്യം. സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കുന്നു, സ്റ്റോക്കിനെ എവിടെ നിന്ന് മേടിക്കുന്നു. സ്റ്റോക്കിനെ മേടിക്കാൻ 2 പോർഷനേ ഉള്ളൂ. ഒന്ന് ബെസ്റ്റ് സപ്പോർട്ട്, 2 സ്റ്റോക്ക് റെസിസ്റ്റൻസിൽ സ്റ്റോക്ക് എന്ത് ചെയ്യണം, ബിൽഡപ്പ് ചെയ്യണം, എന്നിട്ട് അവിടെ കോൺട്രാക്ട് ചെയ്യണം. ബെസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സപ്പോർട്ടിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമായി, ഒരു സ്റ്റോക്ക് സപ്പോർട്ടിൽ നിൽക്കുവാണെങ്കിൽ സപ്പോർട്ട് പൊളിയാനുള്ള സാധ്യതയുണ്ട്. സപ്പോർട്ട് പൊളിയായിരിക്കണം എന്ത് ചെയ്യണം? നമ്മളൊരു ഒരു നദിയുടെ കുറുകെ ഒരു പാലം കിടക്കുന്നു. ഈ പാലത്തിന് 100 കിലോഗ്രാമുള്ള ഒരാളെ വഹിക്കാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. അതിൻ്റെ പേരാണ് സപ്പോർട്ട്. ഒരാൾ വന്ന് നിന്നു, അയക്കൊരു 70 കിലോ ഉണ്ട്, അപ്പം അയാൾ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വേറെ ആളും കൂടെ വന്നു, അയാൾ 70 കിലോയാണ്. സപ്പോർട്ട് ഈ പാലം പൊളിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ 70 കിലോ അയാളുടെ ഒപ്പം തന്നെ 5 കിലോ മാത്രം വെയിറ്റുള്ള 4 കുട്ടികൾ വന്നാലും ഇതിന് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. കാരണം വിത്തിൻ 100 കിലോയ്ക്ക് ഉള്ളൂ ശരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്പോർട്ടിൽ സ്റ്റോക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അവിടെ കോൺട്രാക്ട് ചെയ്യണം. അതിന് പറയാൻ പേരാണ് കോൺട്രാക്ഷൻ. അപ്പോൾ കൊച്ചുകൂട്ടി വെച്ചാൽ കോൺട്രാക്ഷൻ ഫോമാണ് ശരിക്കും. അവിടെ എന്ത് കോൺട്രാക്ട് ചെയ്യണം? ക്യാൻഡിലും കോൺട്രാക്ട് ചെയ്യണം. എന്ത് കോൺട്രാക്ട് ചെയ്യണം? പ്രൈസും കോൺട്രാക്ട് ചെയ്യണം, വോളിയം കോൺട്രാക്ട് ചെയ്യണം. ഈ കോൺട്രാക്ഷൻ വന്നാൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോക്കിനെ പുഷ് ചെയ്ത് പോകാൻ സാധിക്കത്തുള്ളൂ. അല്ല കോൺട്രാക്ട് ചെയ്യുന്നില്ല, എക്സ്പാൻഷനാണ് വരുന്നെങ്കിൽ അവിടെ എപ്പോൾ പൊളിയാനുള്ള സാധ്യത നമ്മൾ നോക്കിയാൽ മതി. 90% കേസസിലും അവിടുന്ന് സപ്പോർട്ട് പൊളിയ താഴ്പോലുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ബൈ ചെയ്യുന്നത്? എന്താണ് സ്റ്റോപ്പ് ലോസ് ഫിലോസഫി? എവിടെയാണ് സ്റ്റോപ്പ് ലോസ് പിക്കുന്നത്? അവിടെയാണ് സപ്പോർട്ട് മേടിക്കുകയാണെങ്കിൽ പല ക്രിട്ടിക്കൽ കാര്യങ്ങൾ നോക്കേണ്ട അത്യാവശ്യമാണ്. അല്ല ഇനി റെസിസ്റ്റൻസ് മേടിക്കുകയാണ്. റെസിസ്റ്റൻസ് എവിടെ മേടിക്കേണ്ടത്? സ്റ്റോക്ക് റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തിട്ട് അവിടെ ബിൽഡപ്പ് നടത്തണം. ബിൽഡപ്പിൽ കോൺട്രാക്ട് ചെയ്യണം. ഈ കോൺട്രാക്ഷൻ്റെ എക്സ്പാൻഷനിലായിരിക്കും സാറിന് ബ്രേക്ക് ഔട്ട് കൊടുക്കുന്നത്. ആ ഭാഗത്തും കോൺട്രാക്ഷനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു കോൺട്രാക്ഷൻ ട്രേഡറിന് എപ്പോഴും സ്റ്റോപ്പ് ലോസ് മിനിമലായിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. താങ്ക് യു. നമ്മൾ എങ്ങനെയാണ് എപ്പോഴാണ് ആവറേജ് ചെയ്യേണ്ടത് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിച്ചത്. ET ടോക്സിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.